ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഏഞ്ചൽ നമ്പറിനെ പറ്റിയിട്ട് പരിചയപ്പെടാം. എല്ലാവരും നോർമലി കേട്ടിട്ടുള്ള ഒരു നമ്പറായിരിക്കും 1212 എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഞ്ചൽ നമ്പറാണ്. അതൊരു റിമൈൻഡറാണ്. അതായത് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഒരു റിമൈൻഡർ നമ്പറാണ്. അതായത് ഇപ്പം നമ്മളുടെ ചിന്തകൾ നമ്മളെങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അതിലൂടെ നമുക്ക് റിയാലിറ്റിയിലെത്തുന്നതാണ് പറയാറുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ 1212 എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിലേക്ക് എത്രയും പെട്ടെന്ന് എത്തും എന്ന് പറയുന്നതിനുള്ള ഒരു സൂചനയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ തോട്ട്സിലേക്ക് നമ്മളെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു കറക്റ്റ് ടൈമാണ് ഇത് എന്നാണ് ഈ 1212 എന്ന് പറയുന്ന നമ്പർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ നമ്പർ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എഴുതി വെച്ചേക്കുന്നതാവാം, ഈവൻ ഒരു കാറിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടിയുടെ നമ്പർ ആണെങ്കിൽ പോലും ആ നമ്പർ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ മീനിങ് എന്താണെന്നുള്ളതൊന്ന് നോക്കാനായിട്ട് ശ്രമിക്കണം. ഏത് ഏഞ്ചൽ നമ്പർ ആണെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നോക്കുന്ന ഒരു കാര്യമാണ്. ഈവൻ ഒരു സമയമാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് 23:14 അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ 12 മണിക്കാണെങ്കിൽ 1200 എന്നായിരിക്കും നമ്മൾ കാണുന്നത് നമ്പർ അല്ലേ നമ്മുടെ ഫോണിൽ നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഗൈഡൻസ് നോക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1200 ഏഞ്ചൽ നമ്പർ മീനിങ് എന്ന് ജസ്റ്റ് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഈ 1212 എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള നമ്പറാണ്. അപ്പോൾ ഈ നമ്പർ നിങ്ങളെപ്പോൾ കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് 1212 താങ്ക് യു യൂണിവേഴ്സ് എന്നൊന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ ഏത് പാതയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഫോക്കസ് എങ്ങോട്ടാണ്, അത് കറക്റ്റായിട്ടുള്ള വെയിലാണ് എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ 1212 എന്ന് നമുക്ക് ജേണലിലോ നോട്ട്ബുക്കിലോ ഒക്കെ എഴുതി വയ്ക്കാം. ഇത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു മെസ്സേജാണ് യൂണിവേഴ്സിൽ നിന്നുള്ളത്. പിന്നെ നമുക്കത് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എഴുതി വെക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു റെഡ് കളറ് മഷിയുള്ള ഒരു പേന എടുക്കുക, റെഡ് കളറ് ഇങ്കുള്ള ഒരു പേന എടുക്കുക. എന്നിട്ട് നമ്മളുടെ ഇടത് കയ്യിൽ 1212 എന്ന് എഴുതുക. അത് ഒറ്റ വട്ടം എഴുതാൻ പാടുള്ളൂ, അതിൻ്റെ മുകളിൽ നമുക്ക് എഴുതാനായിട്ട് പാടില്ല. 1212 എന്ന് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ എഴുതുക. അപ്പോൾ അത് എഴുതി കഴിഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾ വിചാരിക്കുന്ന ഒരാഗ്രഹം അത് അതിതീവ്രമായിട്ട് ആലോചിച്ച് വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ടത്. അതായത് ഇപ്പോൾ ഈ 1212 എന്ന് എഴുതി കഴിയുമ്പോൾ നിങ്ങളത് നടന്നു എന്ന രീതിയിൽ സ്വപ്നം കാണുക അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കതിനുള്ള വഴി എത്രയും പെട്ടെന്ന് തുറന്നു കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് 21 ദിവസം എങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ 1212 എന്നുള്ളതൊന്ന് എഴുതി കയ്യിൽ വെച്ച് നോക്കുക. ഇടത്തെ കയ്യിൽ നമ്മുടെ തള്ളവിരലുണ്ടല്ലോ, ആ വിരലിൻ്റെ താഴെയായിട്ട് എഴുതുക 1212 എന്ന് പറഞ്ഞിട്ട് റെഡ് ഇങ്ക് കൊണ്ട് എഴുതുക. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ പറഞ്ഞ വിഷ്വലൈസേഷൻ ഒന്ന് വിചാരിക്കുക. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം എന്തായാലും നടക്കുന്നതായിരിക്കും. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ നിങ്ങൾക്ക് നടന്ന കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഉറപ്പായിട്ടും നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. താങ്ക് യു.